വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോകണം. ഭയങ്കര സ്പെഷ്യൽ ഡിഷും കൂടിയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുക, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന ചപ്പാത്തി ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ചപ്പാത്തി ഉപയോഗിച്ചിട്ട് രാത്രിയിൽ നമ്മളത് ചിലപ്പം കഴിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കും കറിയൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് ഒരു സിമ്പിൾ ടിപ്പും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഉള്ളി, അതുപോലെ 1 ടൊമാറ്റോ, 4 പച്ചമുളക്, 2 ക്യാരറ്റ്, കുറച്ച് സോസ്. ഇത് നമ്മുടെ ചപ്പാത്തിയാണ്. ചപ്പാത്തി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 4 ചപ്പാത്തിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാകില്ല, ബാക്കി വന്നിട്ടുള്ള ചപ്പാത്തി വെച്ചിട്ട് ഇത് നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഗീയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഗീ ഒഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ചപ്പാത്തി നൂഡിൽസ് കഴിക്കുന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും നല്ലൊരു അടിപൊളിയായ ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഷാലോ ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് വേവിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നന്നായിട്ടാണ് വേവിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ്, കാരണം വെച്ചാൽ ചപ്പാത്തിയിൽ എന്തായാലും ഉപ്പുണ്ടാകും. അതുകൊണ്ടാണ് ചെറിയ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ അത്രയൊക്കെ മതി നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എരിവിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പച്ച മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ കുറച്ച് പെപ്പർ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് വീണ്ടും ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സായി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കോളിഫ്ലവർ, അതുപോലെ ബ്രോക്കലി, അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് 2 മുട്ടയും കൂടി ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ചിക്കനോ അതുപോലെ ബീഫോ അതൊക്കെ ഒന്ന് വേവിച്ച് കൊടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാൻ മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ പീസാക്കിയിട്ടുള്ള ചപ്പാത്തിയും കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിനൊന്നും ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ ഉപ്പ് ചെറുതായിട്ട് കുറഞ്ഞിനോ അല്ലെങ്കിൽ മസാല പിടിച്ചിനോ അതൊക്കെ ഒന്ന് നോക്കണം. കാരണം വെച്ചാൽ പിന്നെ നമുക്കിതിൽ ഇടുന്ന സമയത്ത് ഈ ചപ്പാത്തി നൂഡിൽസിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഇതൊക്കെ ഇടുന്ന സമയത്ത് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു കുത്തൊക്കെ ഉണ്ടാവും മസാലയുടെ. അതുകൊണ്ടാണ് ഈ മസാല അതിൽ നിന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ചപ്പാത്തി ഇട്ട് വെക്കാൻ നിൽക്കണ്ടു. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ചപ്പാത്തി ഇട്ടതിന് ശേഷം നമുക്ക് മസാല എല്ലായിടത്തും ചപ്പാത്തിയുടെ മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സോസ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോസ് വയ്ക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ചപ്പാത്തിയിൽ കിട്ടുന്നത്. അപ്പോൾ സോസ് വേണ്ടാത്തവർക്ക് സോസും കൂടി ഒഴിവാക്കാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ സോസ് ഒഴിവാക്കുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് സോസൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ്, അതുപോലെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ചെറിയൊരു തീയിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.